ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധമാണോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് ഇല്ല, അതാണ് സിറ്റൂട്ടി ഇറങ്ങി എന്നിട്ട് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. ആറ്റിലെ വെള്ളത്തിൻ്റെ ഇരപ്പ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഭയങ്കര സൗണ്ടായിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ആറ്റി വെള്ളം കൂടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിൽ കരുതി ഇന്ന് ചുമ്മാ നമുക്ക് ബോർമേൻ്റെ അവിടെ വരെ ഒന്ന് നടന്നു പോകണമെന്നൊക്കെ. പക്ഷെ മഴ കാരണം ഉണ്ടല്ലോ പുറത്തോട്ട് ഇറങ്ങാനേ തോന്നില്ല. ഇന്ന് രാവിലെ തന്നെ കുളിയും പരിപാടിയെല്ലാം കഴിഞ്ഞ് എന്നാന്നറിയോ, ഉച്ച കഴിയുമ്പോഴത്തേനും പിന്നെ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് കരുതിയേ. അപ്പോൾ എന്തായാലും ഇപ്പം സമയം 4:30 ആകാറായിട്ടുണ്ട് കേട്ടോ. എന്നെ ചെയ്യാനാ, കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങി നിന്നാൽ ഇൻട്രോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇന്ന് നിങ്ങൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും, ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി കണ്ടു. ആണുണ്ടല്ലോ 5-6 ചീര പറിക്കാൻ വന്നാൽ ഇതിലേക്ക് നിൽക്കണ്ടേ. ഇതിലേക്ക് ഉണ്ട്. നമ്മുടെ പയർ മൊത്തം ഇല കുത്തി നിൽക്കുക. ബീൻസ് അങ്ങനെ അധികമായിട്ടില്ല. ആവുമായിരിക്കും. പക്ഷെ പെരുമഴ ആയിക്കഴിഞ്ഞാൽ അതെല്ലാം പോവുകയും ചെയ്യും. ഇതൊക്കെ വെള്ളം ചില്ലറയാണോ ഒഴുകുന്നതെന്ന് കാണാൻ കൂടെ. മഴ കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ട് ഞാൻ മഴ നോക്കാതെ പറിക്കാൻ വന്നത്. പുഴുവൊക്കെ കുറച്ച് തിന്നിട്ടുണ്ട്. അയ്യോ പെരുമഴ, ദേ കണ്ടോ, പെരുമഴ. അയ്യോ അപ്പം ഞാൻ നനയും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറിച്ചിട്ട് കയറിപ്പോട്ടെ. ചുമലയും ഉണ്ട്, പച്ചയും ഉണ്ട്. ഇതിൽ എല്ലാം നോക്കണം നന്നായിട്ട്. എന്നാന്നറിയോ, കുറച്ച് പുഴുക്കേടൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ പച്ചയുണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചുമല ഇനിയിപ്പം അടുത്ത പ്രാവശ്യം പറിക്കാൻ ചെയ്യുമ്പോഴത്തേനും മൂത്ത് പോകും. എന്നാൽ പിന്നെ അവനെ കൂടെ പറിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനെയൊക്കെ കഴുകി നല്ല കുട്ടപ്പനായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരട്ടെ. ഇവനോട് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി ഇട്ടാണ് ഇന്നൊരു തോരൻ വയ്ക്കാൻ പോകുന്നത്. എന്നാന്ന് കാണിച്ചു തരാവേ. ഇതിൻ്റെ കൂടെ എന്നാ സ്പെഷ്യൽ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. ഇത് പ്രോട്ടീനാന്ന് പറഞ്ഞത്. ഞങ്ങളുടെ പിള്ളേർ വന്നില്ല. ആ മോള് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഉള്ളപ്പഴം വെച്ച് കഴിക്കണം, ഭയങ്കര പ്രോട്ടീനാണ്. ഞാനും ഉണ്ടാക്കത്തേയില്ല. ചിരണ്ടാനും മടിയാ, അതുകൊണ്ട് തന്നെ തിന്നാനും മടിയാ കേട്ടോ. സത്യം പറഞ്ഞാൽ കുഞ്ഞിലേ ഏറെ കഴിച്ചിട്ടുണ്ട്, ഇപ്പം കഴിക്കാൻ ഭയങ്കര മടിയാ. ഇതിന് ചേട്ടായിക്ക് വല്ലപ്പോഴും 10 അടമൊക്കെ എടുത്തിട്ട് മെഴുക്ക് വരട്ടി കൊടുക്കും. പക്ഷെ എന്നോട് പറഞ്ഞു ആഴ്ച ഒരു ദിവസമെങ്കിലും സിന്ധുമ്മ ഇപ്പം ഈ ഉള്ള സമയത്ത് ഉണ്ടാക്കി കഴിച്ചോണം കേട്ടോ, ഇതിനകത്ത് ഒത്തിരി പ്രോട്ടീൻ അടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒന്നും നോക്കുന്നില്ല, എന്താ ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവനെ ഒക്കെ ശരിയാക്കി എടുത്തിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഞാനൊരു ശകലം ഉപ്പ് ഇട്ട് കൊടുത്തു, ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഇത് കണ്ടോ. എന്നിട്ട് ഇവനെ ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അരിഞ്ഞത് ഇച്ചിരി വലുതായി പോയിട്ടുണ്ടോ എന്ന് ഡൗട്ടുണ്ട്. സാരമില്ല. എന്നിട്ട് അങ്ങോട്ട് തീ കത്തിക്കും. എന്നിട്ട് അടച്ചങ്ങ് വെക്കും. എന്നിട്ട് ഇവനൊന്ന് വേവട്ടെ. വേവുമ്പോഴത്തേനും നമുക്ക് ചീരയൊക്കെ അരിഞ്ഞ് ഇവനുള്ള അരപ്പൊക്കെ റെഡിയാക്കാവേ. കണ്ടിട്ടുണ്ടോ ഗീസ് എൻ്റെ മിറ്റം ഇങ്ങനെ കിടക്കുന്നത്? ചേച്ചി ചക്കയിടാൻ പോയിട്ട് വന്നാന്ന് തോന്നുന്നു. എവിടെയോ പോയി ചക്കയൊക്കെ ഇട്ടിട്ട് നല്ല ചക്കയിടാൻ പോയായിരുന്നോ? മിറ്റമൊക്കെ തൂത്തിട്ട് എന്നോ ചപ്പാന്ന് നോക്കിയേ. അപ്പടി ചപ്പ, ഒരു രക്ഷയില്ല. അപ്പം നമുക്ക് 2-3 കറിവേപ്പില എടുക്കാം. നമ്മുടെ തോരന് ഫ്രഷ് കറിവേപ്പില ഇടുന്ന ഒന്നുകൂടെ ടേസ്റ്റ്. നമുക്ക് ഇവനെ അങ്ങോട്ട് ഒടിച്ചെടുക്കാം അല്ലേ. ഒടിച്ചെടുത്തു. ഇനി നമുക്കൊരു 2-3 കാന്താരിയും കൂടെ പറിക്കാം. കണ്ടോ, കാന്താരിയൊക്കെ ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ. മഴ കാരണം ചീനിയൊക്കെ ഒരുമാതിരി ഒരു എന്നാ പറയുന്നത്, ഒരു സൈസിൽ നിൽക്കുന്നത് കേട്ടോ. ഒരു എന്നാ പറയുന്നത്, ഒരു സുഖമില്ലാത്ത പോലെ. മഴ പെയ്ത് എപ്പോഴും നനഞ്ഞാലും പ്രശ്നമാണെന്നാണ് തോന്നുന്നത്. അപ്പം ഇതൊക്കെ കാന്താരി ഉണ്ട്. ഒത്തിരി എരിവായാലും പ്രശ്നമാകുകൊണ്ട് കുറച്ച് കാന്താരി മതി. 2 കൂടെ പറിക്കാം അല്ലേ. കണ്ടോ. അപ്പോൾ കാന്താരി, കറിവേപ്പില. മുറ്റത്തോട്ടേ ഇന്നലെ രാത്രി കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് ഇറങ്ങുന്നത്. എന്നാന്ന് വെച്ചാൽ മഴ. ഇത് അവിടെ അവരത് വെട്ടിയില്ലോ, മുരിക്കൊക്കെ വെട്ടി ശരിക്കും വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ എനിക്ക് വെട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കിയും കൂടെ നമുക്കതെല്ലാം ഒന്ന് തൂത്ത് റെഡിയാക്കി സെറ്റാക്കാവേ. കറണ്ടിൻ്റെയൊക്കെ ഉള്ളതുകൊണ്ടേ വലിയ തലവേദനയാണ്. ആരാണ് വെട്ടി കണ്ടില്ലെങ്കിൽ. അപ്പോൾ എന്തായാലും നന്നായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില കളിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കാന്താരി, കൊച്ചുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ, ഇത് ഇത്രയും ഒന്ന് ചതച്ചെടുക്കും. അപ്പം നമ്മുടെ ചക്കക്കുരുവൊക്കെ ഇവിടെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. വെള്ളം പറ്റി അതിനെ അങ്ങോട്ട് വാങ്ങി വെക്കാവേ. വെന്ത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ചട്ടി വെച്ചിട്ട് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയുടെയൊക്കെ വിലയ്ക്ക് എണ്ണാന്ന് എഴുതി കാണിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് കേട്ടോ. തോരനൊക്കെ കുറച്ചെണ്ണ മതിയല്ലോ, കുറച്ചെണ്ണ മതിയേ. അപ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി
കടുക് ഇട്ട് കൊടുക്കാം. ചക്കുരു നല്ല സൂപ്പറായിട്ട് വെന്ത് കേട്ടോ. ഇത് കണ്ടോ, ഒടിഞ്ഞു പോകാതെ കുഴഞ്ഞു പോയ ഒരു സുഖമില്ലേ, കുഴഞ്ഞു പോകരുത്, ആ ഒരു പരുവത്തിൽ ഇരിക്കണം. അപ്പം നമ്മളിവിടെ അരപ്പ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാന്താരി, ഉള്ളിയും തേങ്ങായും മഞ്ഞപ്പൊടിയും കൂടെ. അത് നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ടിട്ട് കൊടുക്കാം. കടുക് പോണേ. എണ്ണ ചൂടാകാത്ത മാതിരി തോന്നുന്നുണ്ട്, അതാ ഞാൻ ഇച്ചിരി മടിച്ച് ചൂടായി. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് കിടാന്ന് പൊട്ടട്ടെ അല്ലേ. ഇതൊന്ന് വെച്ചിട്ട് മുറ്റത്തോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചാ മുറ്റമൊന്ന് തൂക്കാനായിട്ട്. മിറ്റൊരു കണ്ട ഓർക്ക് ഇവിടെ ആൾ താമസമില്ലെന്ന് അതേ കൂടെ മുറ്റം കിടക്കണേ. നമ്മൾ ഒരു കരിയില പോലും ഇടത്തില്ല, അതുകൊണ്ടല്ലോ നമുക്കിങ്ങനെ കാണുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടാണ്. കണ്ടോ, കടുക് പൊട്ടിക്കഴിഞ്ഞേ അതിനകത്തോട് നമ്മൾ ഇങ്ങനെ നല്ല ഫ്രഷ് കറിവേപ്പില, നമ്മുടെ കറിവേപ്പില ഓടിച്ച് കൊടുത്ത്, എന്നിട്ട് ഈ അരച്ച് വെച്ചേക്കുന്ന മിക്സ് അങ്ങോട്ട് കൊടുത്തേ. ഇതൊരു നല്ല തോരന കേട്ടോ. പണ്ട് ഇത് കൂടുതലും എപ്പോഴും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഉഷേച്ചിയാണ് കേട്ടോ. ഉഷേച്ചി എപ്പോഴും ഇങ്ങനെ ചീരയൊക്കെ എപ്പോഴും വെക്കും. ശാന്തക്കൊച്ചി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും കോട്ടയത്തോട്ട് പോക്കില്ലാഞ്ഞോണ്ടേ അറിയത്തില്ല. ശാന്തക്കൊച്ചിയൊക്കെ വെക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അവർക്കും ചീര ഭയങ്കര ഇഷ്ടമുള്ള. അപ്പം ഈ മസാല ഇങ്ങനെ ഒന്ന് നല്ല ഈ അരച്ചെടുത്ത മിക്സ് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. കണ്ടോ, ഒരു പച്ചമണം വറുത്തൊക്കെ രീതിയിൽ ഒന്ന് മൂപ്പിക്കും. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ഇവരെ കൂടെ അങ്ങോട്ട് കൊടുക്കും. ചീര കണ്ടോ, നമുക്ക് മൊത്തം കൂടെ കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് തൂത്തിട്ട് കൊടുക്കാം. എന്നിട്ടോ ഇനി ഒരു ഇച്ചിരി ഇതിനുള്ള ഉപ്പ് കൂടി, നമ്മൾ ചക്കക്കുരുവിന് ഉപ്പിട്ടതാണല്ലോ, അതുകൊണ്ട് ഉപ്പ് കൂടി പോകരുത്. അതിനുള്ള ഉപ്പ് കൂടി മാത്രം ഇടുക. ചീരയ്ക്കൊന്നും വലിയ വേവില്ലല്ലോ, തീ ഒന്ന് കണ്ടാൽ പോരെ, അന്നേരം വാടി നയന്നാവുമല്ലോ. അതാണ് ചക്കക്കുരു വേറെ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്റ്റൈലിലാണ് ഞാൻ എല്ലാ പരിപാടിയും കാണിച്ചു തരാറ് കേട്ടോ. ഇനി എന്നാ ഇതെന്നറിയോ, ഈ ചക്കക്കുരുവിനെയും കൂടെ ഇവനകത്തോട്ട് ഇട്ട് കൊടുക്കും. കണ്ടോ, ആ ചക്കക്കുരു ഇട്ട് കൊടുക്കണേ. കണ്ടോ, ഇങ്ങനെ ഉള്ളിയൊക്കുരു ഇട്ട്. ഇപ്പം ചക്കക്കുരു കേട്ടോ, ഇത്രയൊന്നും വേണ്ട, ഒരു 10 ചക്കക്കുരിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ അവൾ എന്നോട് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൾ പറയും, ഇതൊന്നും ഒരു പ്രാവശ്യം പോലും വെക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയാം. അതൊരു വില്ലത്തിയാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി പേടിയുള്ള ഒരു കൂട്ടമാണ്. കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഞാൻ ഈ ചക്കുരു പൊളിച്ചപ്പോൾ എന്നാ ഓർത്തതറിയോ, പകുതി വേണേൽ ചേട്ടാക്കി മെഴുകുവരട്ടിക്ക് എടുത്ത് വെക്കാൻ നോക്കട്ടെ. പിന്നെ ഞാൻ ഓർത്തല്ലേ വേണ്ട, അങ്ങ് ഒരുമിച്ചങ്ങ് വെച്ചേക്കാം. കുറച്ചുകൂടി ചീര ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, ഇപ്പം അത്രേ ഉള്ളൂ. താഴോട്ടൊക്കെ ഒന്ന് കറിവേപ്പില ചീരനുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇറങ്ങിപ്പോൾ മഴയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതുണ്ടോ, ഇങ്ങനെ ഇവനെ ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുവേ. 2-3 മിനിറ്റ് വെക്കും. അപ്പോഴത്തേനും നമ്മുടെ തോരൻ സെറ്റാകും, അത്രേ ഉള്ളൂ. ഏതായാലും അടച്ചു. അപ്പോൾ എന്നാ ഇന്ന് നോക്കിയാലോ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വെള്ളമയൊന്നും ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി. ചീരയൊക്കെ നമുക്ക് സെറ്റായിട്ടുണ്ടേ. ഇതിപ്പോൾ ചക്കക്കുരു ഉള്ള സുഖമേ നിങ്ങൾ വിചാരിക്കരുത്. ചീര പെട്ടെന്ന് അങ്ങ് ഇതായി പോകുമല്ലോ, അവിഞ്ഞങ്ങ് പോകുമല്ലോ. ഇതിനുള്ള പ്രോട്ടീനാണ്, സൂപ്പറാണെന്നൊക്കെ പറയാം. ഞാൻ ഒന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ. സെറ്റ്. ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ നമുക്ക് കഴിച്ചാൽ മതി. ചീരയും ചക്കക്കുരുവും തോരൻ സ്പെഷ്യൽ ഇന്നത്തെ ഞങ്ങളുടെ ഐറ്റം. നല്ല സൂപ്പറാണ് കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ മെനക്കെടാൻ കഴിയാനായിട്ട് ചെയ്യാത്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കുക കേട്ടോ. പിള്ളേർക്കൊക്കെ ആണെങ്കിലും കൊടുത്താൽ ഒത്തിരി നല്ല ഗുണമുള്ളതല്ലേ, എല്ലാവർക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചെങ്കിലും ചീരയൊക്കെ കൂട്ടുന്നത് നല്ലതാണ്. നമുക്ക് ഈ കാലിലും കൈക്കും ഒക്കെ ഉള്ള വേദനകൾക്കും ഒക്കെ എവിടെ ചെന്നാലും ചീര കൂട്ടാൻ മെയിനായിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയൊക്കെ നോക്കുക. എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ടേസ്റ്റും പറയുക കേട്ടോ. ആനേന്ന് അവിടെ നിന്ന് ഒഴുകി വരുന്നതാണ് കണ്ടോ, കണ്ടോ. ഇതേ മതിയാണ്. ഇന്ദുവിൻ്റെയൊക്കെ വീണ്ടും പുറകെ കൂടെ നല്ല വെള്ളം വരും.
കുസുമ ചേച്ചിയിലൊക്കെ അവിടെ നിന്ന് ഒരു ഓലിമാരി ഉണ്ട്, അത് ഇറങ്ങിങ്ങ് തൂങ്ങുന്നു കേട്ടോ. ഉണ്ടോ? എന്നിട്ട് നമ്മളെ കാണിക്കത്തൂടെ അങ്ങ് പോവും. ഉണ്ടോ? ഇനിയിപ്പം ഇച്ചിരി മഴ തോർന്നിപ്പുണ്ട്. നല്ല രസമില്ലേ? എത്ര ഉണ്ടെന്ന് നോക്കിയാൽ 1 2 3 4 5 2 4 6 7 എണ്ണം കേട്ടോ. ഒന്നും പൂവും മുടിയിൽ ചൂടാ പുന്നാരപ്പൂ മുത്തം വയ്ക്കാൻ. ബാക്കി അറിയത്തില്ല. ഞാനിങ്ങനെ പൂവിനൊക്കെ ഇറങ്ങി നിന്ന് പാടിയൊക്കെ കൊടുക്കും കേട്ടോ. ഉണ്ടോ? നല്ല രസമില്ലേ? അപ്പോൾ അവൻ നമ്മുടെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇപ്പം ഇച്ചിരി മഴ തോന്നിപ്പോണ്ടേ. ഞാൻ ഇവനെ ഒന്ന് തൂക്കട്ടിന്ന് അണങ്ങി കിടക്കുന്നിടത്തുണ്ടല്ലോ, തൂത്തോലും പോകത്തില്ല. ഞാൻ കാണിച്ചു തരാവേ നിങ്ങളെ. ഇതാണ് എൻ്റെ ചൂലും തൂത്തുവാരിയൊക്കെ ഇരിക്കുന്ന സ്ഥലമേ. ഇതുണ്ടോ? എന്ത് ചെയ്താൽ തൂത്താലും പോയില്ലേ. ഒരു 10 തൂക്കിച്ച് തൂക്കണം. ഉണ്ടോ? അതേ മഴ ചാറാൻ തുടങ്ങി കഴിഞ്ഞു. ദൈവം ഇതുണ്ടോ? പോവുകയല്ല, നെയ്യ് നനവുള്ളത് കൊണ്ട് അതുകൊണ്ടോ. എന്നാലും പൂർണ്ണമാതിരി ഒക്കെ നമുക്ക് തൂത്ത് പെട്ടെന്ന് വൃത്തിയാക്കാം അല്ലേ. കാരണം അയ്യോ നേരെയാണോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എൻ്റെ വിറ്റ് ഇങ്ങനെ ഇത്രയും ഇതായിട്ട് കിടക്കുന്നത്? ദൈവമേ, ഭയങ്കര പാടാ. നീ തൂത്താലും പോകത്തില്ല. പക്ഷെ തെറ്റലില്ല കേട്ടോ വലിയ കാര്യമായിട്ട്. അയ്യോ എന്നാ പറഞ്ഞാലും ചേട്ടായി തെറ്റുന്ന കണ്ടിട്ട് നമ്മുടെ ചേച്ചിക്കുട്ടി തറയോടി ഇട്ട് തന്നാ. തറയോടി ഇടാൻ പറഞ്ഞുകൊണ്ട് ചേച്ചിക്കുട്ടിയാ ഇതിൻ്റെ പൈസ കൂടുതലും തന്നത് അല്ലേ. ചേട്ടായിക്ക് ഗിഫ്റ്റായിട്ട് തന്നതാ. ബാക്കി കുറച്ച് പൈസ നമ്മൾ ഇതിൻ്റെ മഴ ചാറാൻ തുടങ്ങിക്കഴിഞ്ഞുണ്ടോ. പിന്നെ ഞാൻ എന്നാ ചെയ്യാനേ, ഇതാ കളി. മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ജലദോഷം ആവുകയും ചെയ്യും. ഇന്നലെ ഒരു ശകലം നനഞ്ഞപ്പോൾ എനിക്ക് ജലദോഷം വന്നു. തൂക്കാൻ 3 പ്രാവശ്യം ഇട്ട് തന്നു. അപ്പോഴെല്ലാം മഴയാണ്. നമ്മുടെ അടുത്താണ് കളി. ഇട്ട് തൂക്കാൻ ഇരുന്ന് ആരെങ്കിലും കയറി വന്നാലോ. ഇന്നലെ തൂത്തേയില്ല, ഇന്നും കൂടെ തൂക്കാൻ ഇന്ന മോശക്കേടല്ലേ. അപ്പോൾ തൂക്കണം. ഇനി എന്നാ വലിയ മഴ ഇതായാലും പ്രശ്നമില്ലല്ലോ. കോട്ടിട്ട് കഴിഞ്ഞപ്പോൾ മഴയില്ല കേട്ടോ. ഇത് തൂത്താലും പോകില്ല. അതാണ് എന്നാ തൂത്താലും പോകില്ല. പോകില്ല. എല്ലാ പൂവും ഇങ്ങോട്ട് കഴിയില്ല. ഇഞ്ചിയുടെ ആവൊക്കെ എലി കൂട്ടിയിട്ടായിരുന്നു കേട്ടോ. ഇഞ്ചി വളരെ കൂട്ടിയിട്ട് ഒരു രക്ഷയില്ല. എലിയെ കൊണ്ടൊരു രക്ഷയില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇന്ന് കറണ്ട് വന്നത് കേട്ടോ. രാവിലെ മുതൽ കറണ്ട് ഇല്ലായിരുന്നു. ഇപ്പോൾ കറണ്ടിങ് വന്നതേ ഉള്ളൂ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഞാൻ മാറത്തില്ല എന്നുള്ള രീതിയിൽ അല്ലേ. എൻ്റെ ദൈവമേ, വേറെ പ്രകൃതിക്ഷോഭവും കാര്യങ്ങളും ഒന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. ഇന്നാണ് ഭയങ്കര കാറ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും ചിലപ്പം വല്ലയിടത്തും വല്ല മരമൊക്കെ ഒടിഞ്ഞു വീഴും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും കറണ്ട് ഇല്ലാണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ ഒരു സന്തോഷവാർത്ത പറയാനുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു മോളുടെ കാര്യം. അവൾ പിന്നെ എന്നാ പറയുന്നത്, പുറത്തോട്ട് പോകാനായിട്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. കുറേ നാളായിട്ട് ശരിയാകാണ്ടൊക്കെ ഇന്ന് ശരിയായി. അത് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റായി. അപ്പോൾ എന്നെ ചെയ്യുമെന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല മോളെ, മാതാവ് വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ്, മാതാവ് ഇടപെട്ടോളും, അവർ നിന്നെ വിളിച്ചോളൂ എന്നൊക്കെ ഞാൻ വെറുതെ പറയായിരുന്നു കേട്ടോ. പക്ഷേ അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു കുഴപ്പമില്ലാണ്ട് അപ്പോൾ മോള് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 29-ാം തീയതിയാണ് പോയത്. അപ്പോൾ ഇന്ന് മുതൽ ആൾ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ആൾ പ്രഗ്നൻ്റ് ആണ്, കൂടെ ആരുമില്ല. പിന്നെ എന്താ പറയുക, അവിടെ ഇതിൻ്റെയാണ്
ഓ അനസ്തേഷ്യയുടെ ആണെന്ന് തോന്നുന്നു, സോറി കേട്ടോ, മറന്നു പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തായാലും അവള് പോയി ഇന്ന് മുതൽ ഡ്യൂട്ടിക്ക് കയറി. അപ്പം നിൽക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇച്ചിരി കാലിനും കൈക്കൊക്കെ എന്നാണേലും നമുക്കറിയാലോ 2-3 മാസം പ്രഗ്നൻ്റ് ആകുന്ന ഒരു ലേഡി എന്തൊക്കെ ത്യാഗവും പീഡയൊക്കെ സഹിക്കണമെന്ന്. ദൈവമേ, അതും നമുക്ക് താത്തോലിക്കാനായിട്ട് നമ്മുടെ അമ്മമാരും ഭർത്താവും അച്ഛനമ്മമാരും കൂടപ്പറപ്പുകളും ഒക്കെ കാണും. ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങളെ ഉണ്ടല്ലോ, നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഒരമ്മയാവുക എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു പുണ്യമായ ഒരു കാര്യമാണ്, അല്ലേ? അപ്പം ആ സമയത്ത് ഒറ്റപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാകത്തില്ലേ, വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ മോളുടെ കാര്യം പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമൊക്കെ പോകാനും ഒക്കെ പറ്റി. പോയി ചെന്നിട്ട് ഇത്രയും ദിവസം ലീവായിരുന്നു, ഇന്ന് മുതൽ ആ ഡ്യൂട്ടിക്ക് കയറിയത്. അപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ട്. എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കാനായിട്ട്. അവൾക്ക് നമ്മളെല്ലാവരും അവളുടെ കൂടെ അടുത്തുള്ളത് പോണൊക്കെ, അവളുടെ അച്ഛനമ്മമാരും അവളുടെ ഹസ്ബൻഡും ഒക്കെ കൂടെ അടുത്തുള്ളത് പോലൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടി കേട്ടോ. ഇനി ഉടനെ തന്നെ ആ മോനും കൂടെ പോകാൻ വേണ്ടി അവൾ പേപ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 മാസം കാലാവധിക്ക് ഉള്ളിൽ വരും എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് 3 മാസത്തിനുള്ളിൽ കയറി ചെല്ലണ്ടേന്നാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പം ഇത് നമ്മൾ വീഡിയോയ്ക്കകത്ത് പറയണമല്ലോ, കാരണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ ഒരു ഫലമുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ സന്തോഷമാകത്തന്നെ. ഇപ്പം ഞാൻ പിന്നെ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, സിന്ധമ്മ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. പുറത്ത് നിന്നിട്ട് നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റാണേ, നല്ല സുഖം. പക്ഷേ തണുപ്പാ എൻ്റെ ദൈവമേ. ഞാൻ കുറേ ന്യൂസുകളൊക്കെ യൂട്യൂബിനകത്തൂടെ, കറണ്ടില്ല പക്ഷേ ഫോണിനകത്ത് ഞാൻ കുറച്ച് കണ്ടു, കടൽ വെള്ളം കയറിയേക്കുന്നതും വീടൊക്കെ മുങ്ങി പോകുന്നതും ഒക്കെ. എൻ്റെ ദൈവമേ, നമ്മൾ എന്നെ കാണുമ്പോൾ ഒരു പേടിയാവുന്നു കേട്ടോ. ചില കുഞ്ഞുങ്ങളും ചേച്ചിമാരും പെൺപിള്ളേരും ഒക്കെ കരയുന്നു. എൻ്റെ ദൈവമേ, എങ്ങോട്ട് ഓടും വെള്ളത്തിനകത്തൂടെ. എൻ്റെ ഈശ്വരാ, ആർക്കും ഒരു ആപത്തും അനർത്ഥങ്ങളും ഒന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിക്കുക. ഈ മഴക്കാലം വരുമ്പോൾ ഒരു പേടി സ്വപ്നമാണ് അല്ലേ, നമുക്കും ഒരു പേടി സ്വപ്നമാണ് മുല്ലപ്പെരിയാറ്. സത്യം, രാത്രിയിലൊക്കെ ഇത്രയും പേടിയില്ലായിരുന്നു, ഇപ്പം ആയപ്പോഴത്തേനും ഒരു പേടിയാണ്. എന്നാണോ പ്രായമാകുന്നതനുസരിച്ച്. നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു എന്നൊക്കെ ഒരു ഇതായിരുന്നേ. ഇപ്പം എന്തോ ജീവിക്കണം എന്നൊരാഗ്രഹം, ഒരു കൊതി. സത്യം പറഞ്ഞാൽ ഈയിടെ എൻ്റെ ഒരു മോളുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടൊരു മോളാണ്. അവൾക്ക് പെട്ടെന്ന് ഹാർട്ടിനൊക്കെ പ്രശ്നം വന്നിട്ട് മരണം തൊട്ടടുത്ത് കണ്ട മാതിരിയായിപ്പോയി. അപ്പോൾ അവൾ പറയായിരുന്നു, എൻ്റെ സിന്ധുവമ്മേ, സത്യം പറഞ്ഞാൽ നമ്മൾ ഒന്നും പറഞ്ഞിട്ട് പറയും നമുക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ. പക്ഷെ മരണം അടുത്തെത്തി നമുക്കിനി ജീവിതം ഇല്ലെന്നൊക്കെ മനസ്സിലോട്ട് വരുമ്പോഴത്തേക്കുവേ എന്തോ ഒരു ഭയങ്കര ഒരു ഭയവാ സിന്ധുമേ. എന്തോ ഒരു അപ്പോഴാണ് നമ്മുടെ ജീവനോടുള്ള ഒരു കൊതി, നമുക്ക് ജീവിക്കണം എന്നുള്ളൊരു കൊതി വരുന്നതെന്ന്. സത്യം കേട്ടോ അത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ടൊരു പേടി. ഈ മഴക്കാലം ആകുമ്പോൾ എല്ലാ പ്രാവശ്യവും അതെ, ഒരു ടെൻഷനും വെപ്രാളവും പേടിയൊക്കെയാണ്. എന്ത് ചെയ്യാനാ, സഹിക്കല്ലേ തരവുള്ളൂ. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടേക്ക് ഓടി പോകാൻ പറ്റും? എങ്ങോട്ട് ഓടിയാലും എന്താ രക്ഷ? പൊട്ടി അല്ലെങ്കിൽ ഉരുള് പൊട്ടി വെള്ളപ്പൊക്കം വന്നു ഇതൊക്കെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ എങ്ങോട്ട് ഓടിയാലും 10 ദിവസം കഴിയുമ്പം എന്നെ ചെയ്യും അല്ലേ? ദൈവമേ, എനിക്ക് ഓർക്കുമ്പോൾ ഇപ്പോൾ ഒരു പേടി, ഭയങ്കര ഒരു പേടി. ദൈവമേ, ആർക്കും ഒരാവത്തനർത്ഥമൊന്നും വരാണ്ടിരിക്കട്ടെ. എൻ്റെ ദൈവമേ, എല്ലാവരും പ്രാർത്ഥിക്കുക. പിള്ളേരാണെങ്കിലും എങ്ങോട്ടേക്ക് ടൂർ പോകാനായിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുക. ഈ മഴക്കാലത്ത് തന്നെ വേണമായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ കിട്ടുന്ന ചാൻസ് അല്ലേ അമ്മേ, അപ്പോൾ പോകാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ക്യൂട്ട് ഫാമിലിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ പേരും കാര്യങ്ങളും ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ബോട്ടൊക്കെ വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന വേണം കേട്ടോ. അമ്മവും വിഷ്ണു കുഞ്ഞും കൂടെ ഒരു കുട്ടി യാത്ര പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന വേണം. എല്ലാ കൊച്ചുമക്കൾക്കും എല്ലാ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന വേണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴയും കാര്യങ്ങളും ഒക്കെയാണ്. സ്കൂളിലോട്ടൊക്കെ പോവുകയും ഒക്കെ ചെയ്യുമ്പോഴൊരു പേടിയാണ് കുഞ്ഞുങ്ങളൊക്കെ പോകുമ്പോൾ. പണ്ടൊന്നും ഇത്രയും ഒരു ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ, സത്യം. ഇപ്പം എന്നാണ് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം എന്തായാലും ഇവിടുത്തെ തന്നെ എന്താണ് അതിൻ്റെ കൂടെ എടുത്താണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, കൂട്ടത്തിൽ ആ ബെൽബട്ടനോടെ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റ. എൻ്റെ കയ്യിൽ ഇവിടെ ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട്, വേദന എടുക്കുന്നത്, അതാ നോക്കിയേ.